അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കടന്നു. 3000 പേർക്ക് പരിക്കേറ്റു. കുണാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റവരുള്ളതെന്ന് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. ഇന്നലെ പുലർച്ചെയോടെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കടന്നിരിക്കുകയാണ്. നിലവിലെ സ്ഥിതിഗതികൾ എന്താണ്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? വിവരങ്ങൾ. ഇന്നലെ ഏറ്റവും ഒടുവിൽ 800-ലധികം പേർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം എന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് 1400 എന്നൊരു സംഖ്യയിലേക്ക് എത്തുന്നത്. 1400 പേരിലധികം മരണപ്പെട്ടു എന്നും 3000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി പുലർച്ചെ 12:45 കൂടിയാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഈ സന്നദ്ധ നേതൃത്വത്തിൽ ആർമിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഏറ്റവും കൂടുതൽ ഈ ദുരിതം ബാധിച്ചത് കുണാർ എന്നൊരു മേഖലയിലാണ്. ഈ കുണാർ മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിൽ വലിയൊരു രീതിയിലൊരു മരണവും പരിക്കേറ്റവരുടെ എണ്ണത്തിലും വർധനമുണ്ടായത് ഈ കുണാർ മേഖലയിലുള്ളവർ. ഒപ്പം തന്നെ ഈ സാരമായി പരിക്കേറ്റവരെ മറ്റ് ഭാഗത്തേക്ക് ഗ്രാമങ്ങളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിച്ച ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ദുർഘടം നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ് ഇന്നലെ മുതൽ തന്നെ ഈ അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ താഴ്വര മേഖലയാണ് അഫ്ഗാന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈ താഴ്വരകളാൽ ചുറ്റപ്പെട്ടൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കുമാണ് 1400 എന്നൊരു സംഖ്യയിലേക്ക് മരണസംഖ്യ എത്തുന്നത്. 1400-ലധികം പേർ മരണപ്പെട്ടു, 3000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ പട്ടണങ്ങൾ ഒക്കെയും നാശത്തിലേക്ക് നശിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അറിയുന്നത്. കാരണം ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ പട്ടണങ്ങൾ ഒക്കെയും നശിപ്പിക്കപ്പെട്ടു. കാരണം വലിയ വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾക്ക് ഉൾപ്പെടെ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്തെത്തിക്കേണ്ട ഒരു വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നത്. അതിനിടെയാണ് ഇപ്പോൾ 1400 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും രാത്രി വൈകിയും രക്ഷപ്പെട്ടു എന്നാണ് ദേശീയ ഈ വാർത്താ ഏജൻസിയായ AFP ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിട്ടേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്തി. ഉൾപ്പെടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സഹായം അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാന് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ഇന്ത്യ ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ 1000 ടെൻറ്റുകൾ ആദ്യമായി അയച്ചിട്ടുണ്ട് ഇന്നേരെ. ഒപ്പം തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ അയക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ, മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1400 എന്നൊരു സംഖ്യയ്ക്ക് മേൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാർത്തു. ശരി, അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കടന്നിരിക്കുകയാണ്. 3000 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.